ഹായ് മക്കളെ, എടാ +2 മാത്സിലെ മൂന്നാമത്തെ പാഠം ഏതാ? മാട്രിസസ് അല്ലേ. ഈ മാട്രിസസിൽ നിന്നും ഈ മാട്രിക്സ് പാഠം ലോകത്ത് ആര് പരീക്ഷ ഇട്ടാലും ഉറപ്പായിട്ട് വരുന്നൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങളെ ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, പ്രീ മോഡൽ ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ, ഉറപ്പായും വരുന്നൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പം അവരോട് പറയണം മാട്രിക്സ് എന്ന് ഒരൊറ്റ ചോദ്യമാണ് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലോ, അത് ഈ ചോദ്യമായിരിക്കും. ആൻഡ് ഈ ചോദ്യം ഏതാണെന്നും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ് ഇത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് മാട്രിക്സ് എന്നുള്ള പാഠം നിങ്ങൾ സ്കൂളിൽ പോലും എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും അറിയാമെങ്കിൽ ഈ ചോദ്യം ചെയ്യാൻ പറ്റും. ശ്രദ്ധയോടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതാടാ ചോദ്യം? ഇതാണ് ചോദ്യം. അതായത് എന്താ തരുന്നത് വെച്ചാൽ എക്സ്പ്രസ് എ മാട്രിക്സ്, ഏതെങ്കിലും ഒരു മാട്രിക്സ് തന്നിട്ട് ആസ് എ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് വരും. അതായത് ഒരു മാട്രിക്സ് തന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഒരു സിമെട്രിക് മാട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെയും തുകയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറയും, എഴുതാൻ പറയും. അതെങ്ങനെ എഴുതുന്നത് നോക്കല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ഈ പാഠം എടുത്തിട്ടുണ്ടാവില്ല, വേറെ ചില ആൾക്കാർക്ക് എന്താ സിമെട്രിക് എന്താ സ്ക്യൂ സിമെട്രിക് എന്ന് അറിയുന്നുണ്ടാവില്ല. അതൊന്നുമില്ലാതെ തന്നെ എന്ത് ചെയ്യാം, നമുക്കിത് പഠിക്കാൻ പറ്റും. ഞാൻ കാണിച്ചത് ഇതുണ്ടോ, ഞാൻ വെറുതെ PY കൊടുത്ത് ആദ്യമൊക്കെ 1-2 വർഷത്തെ നോക്കുമ്പോൾ തന്നെ കണ്ടമാനം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനം ഇങ്ങനെ ഈ ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യത്തിൽ ഇത് പഠിക്കട്ടെ. എൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് പഠിക്കണേ, സെറ്റ് ആവണം. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തോ, നിങ്ങൾക്ക് +2 നല്ല മാർക്ക് വാങ്ങി തരാൻ ഞങ്ങൾ സെറ്റാണ്. ഓക്കെ, റെഡി. ഇതാണ് ചോദ്യം. കണ്ടോ, 2023 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എന്താണ് ഇതേ ചോദ്യം തന്നെ. ഒരു മാട്രിക്സ് തന്നിട്ട് ഇത് 3/3 ആണ് തന്നത്, ചിലപ്പോൾ 2/2 മാട്രിക്സ് ആണ് തരിക. അതെന്താണ്, സം ഓഫ് എ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇതിന് 4 സ്റ്റെപ്പാണ് ഉള്ളത് കേട്ടോ ഈ ചോദ്യം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മാട്രിക്സിന്റെ ഉൾട്ട എടുക്കുക. ഉൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്ക്, നിങ്ങൾ ഈ കളർ ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം. 3 3 -1 -2 -2 1 -4 -5 2 അല്ല, ഇതല്ല മാട്രിക്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്റെ ഉൾട്ട എടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സാധനത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ എഴുതണം. നേരെ ഉള്ളത് കുത്തനെ. കണ്ടോ, 3 3 -1 ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, -2 -2 1 ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, -4 -5 2 എന്നുള്ള ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ട്രാൻസ്പോസ് കേട്ടോ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ആ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണ്ട, ഏത് കുട്ടിക്കും 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന കേസല്ലേ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ടുണ്ട്, ആ മാട്രിക്സും നമുക്കറിയാം, അതിന്റെ ട്രാൻസ്പോസും അറിയാം അല്ലേ. ഇതാണ് ആ മാട്രിക്സ്, ഇതാണ് അതിന്റെ ട്രാൻസ്പോസ്. അതിനെന്ത് ചെയ്യണം, നമ്മൾ 1/2 × a+a' ചെയ്യണം. പേടിക്കണ്ട. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ മാട്രിക്സും അതിന്റെ ട്രാൻസ്പോസും ആഡ് ചെയ്യുക. ഇതിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് എങ്ങനെയാ സാറേ ചെയ്യുക? ഒന്നുമില്ലടാ, ഒന്നാമത്തതും ഇതും ആഡ് ചെയ്യുക. 3 + 3 എത്രയാ? 6 ആണ്. 3 - 2 എത്രയാ? 1 ആണ്. സാർ 3 - 2 1 ആണ്. ആ 1 ശരി തന്നെ. ഇനി -4 + -5 അല്ല, -1 + -4 -5 ആണല്ലേ. ചില കുട്ടിയൊക്കെ അത് അറിയാത്ത കുട്ടികൾ. അങ്ങനെയാണ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം, സാർ അതെനിക്ക് അറിയില്ല, ബേസ് ഇല്ല എന്നുള്ളത്. കാരണം ഞങ്ങൾ +1 കുട്ടികൾക്കൊക്കെ ബേസിന്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, നിങ്ങൾ മൊത്തം അങ്ങോട്ട് ആഡ് ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു 3/3 മാട്രിക്സ് കിട്ടും. ഇത് ഓരോ എലമെന്റ് കറസ്പോണ്ടിങ് ആഡ് ചെയ്താൽ തീർന്നില്ല. കാരണം എന്താ, അതിലെ എല്ലാ എലമെന്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ഈ 6 എന്തായി മാറും, 6ന്റെ പകുതി 3 ആവും, 1 എന്താവും 1/2 ആവും, -5 എന്താ -5/2, അങ്ങനെ ഓരോന്നും കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞല്ലോ, 1/2 × a+a' ചെയ്യാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ സെയിം ആണ്, പക്ഷെ ഇവിടെ എന്താ 1/2 × a-a' ചെയ്യണം. മനസ്സിലായി? അതായത് നമുക്ക് കിട്ടിയ എ എന്നുള്ള മാട്രിക്സും അതിന്റെ ഉൾട്ട എടുത്ത എ ട്രാൻസ്പോസും എന്ത് ചെയ്യുക, സബ്ട്രാക്ട്. അതായത് 3 - 3 0 ആണ്, 3 - -2 5 ആണ്. വീണ്ടും നെഗറ്റീവ് നമ്പർ അറിയില്ല, കമന്റ് ചെയ്യണേ. അങ്ങനെ ചെയ്താൽ വീണ്ടും ഒരു മാട്രിക്സ് കിട്ടും. തീർന്നോ? ഇല്ല. അതിൽ ഓരോ എലമെന്റിന്റെയും 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0-നെ 1/2 കൊണ്ട് 0 ആണ്, 5-ന് എന്തെങ്കിലും 5/2 ആവും, 3-നെ 3/2. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു മാട്രിക്സും കിട്ടും. ഓക്കെ, റൈറ്റ്. ഇനി നിങ്ങൾക്ക് എന്താ സിമെട്രിക് എന്താ സ്ക്യൂ സിമെട്രിക് എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഈ മാട്രിക്സ് സിമെട്രിക് ആണെന്നും ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് അറിയാം. അതിപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മൾ വഴിയെ പഠിച്ചോളും. ഓക്കെ, ഞങ്ങൾ ലൈവൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു, നമുക്കൊരു സിമെട്രിക് മാട്രിക്സും കിട്ടി, ഒരു സിമെട്രിക് മാട്രിക്സും കിട്ടി, അതേപോലെ തന്നെ എന്താണ്, ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സും കിട്ടി. റെഡി അല്ലേ? 3 സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഫസ്റ്റ് ഉൾട്ട എടുത്തു, പിന്നെ 1/2 a+a' ചെയ്തു, പിന്നെ 1/2 a-a' ചെയ്തു. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്താണോ, ഈ രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടിയ സിമെട്രിക് 1/2 × a+a' അതേപോലെ തന്നെ 1/2 × a-a' ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമുക്ക് തന്ന മാട്രിക്സ്, ഇത് നമുക്ക് തന്ന മാട്രിക്സ് ആണ്, എ ആട്ടോ, ഇത് കിട്ടിയിരിക്കും. നോക്കിക്കോ, 3 + 0 3 ആണ്, 1/2 + 5/2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 6/2 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെ എന്താണ് കിട്ടിയിട്ടെന്ന് ഉറപ്പും വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് സെറ്റാണ്. ഓക്കെ അല്ലേ? ഇപ്പം തന്നെ വേണം എന്ത് ചെയ്തോ, നിങ്ങൾക്ക് ഇത് എവിടെ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടില്ലേ, ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ തന്നെ
ഇത് തെറ്റിപ്പോയിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ മാറിപ്പോയിക്കോട്ടോ. സോറി. ഈ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തോ, ഈ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തോ, ഡയറക്റ്റ് അങ്ങ് ചെയ്തോട്ടോ. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നിങ്ങൾ ചെയ്തോ, ഉറപ്പല്ലേ 2x2 മാട്രിക്സ് ആണ്. ആ 4 മാർക്ക് അങ്ങോട്ട് ഇപ്പം തന്നെ ഉറപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അറിയാത്ത കുറേ കുട്ടികളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരി.